ഈ അടുത്ത കാലത്ത് 4 വർഷം സർവീസ് പൂർത്തിയാക്കിയ എല്ലാ അധ്യാപകരെയും, അത് കഴിഞ്ഞ ഗോപിനാഥ് രവീന്ദ്രൻ വൈസ് ചാൻസലറിൻ്റെ കാലത്ത് നിയമിച്ചവരാണ്. അത് ഈ ഭൂരിപക്ഷമല്ല, എല്ലാവരും തന്നെ CPM അനുഭാവികളുമാണ്. അപ്പോൾ അവരെ തന്നെ പിരിച്ചുവിടാനായിട്ട് സർവകലാശാല തീരുമാനിച്ചു. 4 വർഷം കൂടുതലിരുന്ന് കഴിഞ്ഞാൽ അവർക്ക് സ്ഥിരം നിയമനം നൽകേണ്ടി വരും എന്നുള്ള ഒരു സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണ് പിരിച്ചുവിടാൻ തീരുമാനിച്ചത്. തീർച്ചയായിട്ടും ആ തീരുമാനത്തിന് തെറ്റെന്ന് പറയാൻ കഴിയില്ല. പക്ഷേ നിയമിച്ചിട്ട് അവരുടെ ലക്ഷ്യം എന്നിട്ട് പുതിയ ആൾക്കാരെ നിയമിക്കുക. ഇതിൽ താല്പര്യമില്ലാത്ത CPMകാരാണെങ്കിൽ അവർ പുറത്താക്കിയതിന് ശേഷം പുതിയ ആൾക്കാരെ നിയമിക്കുക എന്നൊരു അജണ്ട കൂടി അവർക്കുണ്ട്. അപ്പോൾ കോമൺ ഡിവിഷൻ വന്നപ്പോഴത്തേക്കും ഷംസീറിൻ്റെ ഭാര്യയും പുറത്തു പോകും. അങ്ങനെ പുറത്തു പോകാൻ തീരുമാനിച്ചപ്പോൾ അടുത്ത കൂടി സിൻഡിക്കേറ്റ് തീരുമാനിച്ചു 4 വർഷം പൂർത്തിയാകാത്തവർക്ക് പൂർത്തിയാകുന്നത് വരെ കണ്ടിന്യൂ ചെയ്യാം, 4 കൊല്ലം പൂർത്തിയായാലും മുഴുവൻ ഇമ്മീഡിയറ്റായിട്ട് പുറത്താക്കണം. പക്ഷേ ടീച്ചർ എഡ്യൂക്കേഷൻ സെൻറ്ററിലെ അധ്യാപകരെ ആരും പുറത്താക്കാനും പാടില്ല. അവർക്ക് എക്സംഷൻ കൊടുക്കാൻ തീരുമാനിച്ചു. കാര്യം 5-8 പേരുണ്ട്, അതിലൊന്നാണ് ഷംസീറിൻ്റെ ഭാര്യ. അതിന് പകരം ഷംസീറിൻ്റെ ഭാര്യ ഒഴിച്ച് ബാക്കി എല്ലാവരെയും പിരിച്ചുവിടാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞാൽ ഇതിനേക്കാളും കുറച്ചുകൂടി മെച്ചമായിരുന്നു. അങ്ങനെ അതിൻ്റെ പകരം തീരുമാനിച്ചാണ് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലെ ആൾക്കാർ മാത്രം പിരിച്ചുവിടേണ്ട. അതെന്തുകൊണ്ടാണ് അങ്ങനെ തീരുമാനിക്കുന്നത്?